അഗ്രിഗേറ്റർ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സാധാരണയായി ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പിട്ടിരിക്കുന്നത് RBI ഗവർണറാണ്. പക്ഷേ രൂപ നോട്ടുകളിൽ ഫൈനാൻസ് സെക്രട്ടറിയാണ് ഒപ്പിടുന്നത്. 1917 നവംബർ 30-നാണ് ആദ്യമായി രൂപ നോട്ട് പുറത്തിറക്കുന്നത്. പക്ഷേ 1926-ൽ താൽക്കാലികമായി നിർത്തലാക്കി. 1940 മുതൽ വീണ്ടും പ്രിന്റിംഗ് തുടങ്ങി. കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി 1994-ൽ വീണ്ടും പ്രിന്റിംഗ് നിർത്തലാക്കി. അതിനുശേഷം 2015 മാർച്ച് 5-ന് വീണ്ടും പ്രിന്റിംഗ് തുടങ്ങിവെച്ചു. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് 1951-ൽ പുറത്തിറങ്ങിയ രൂപ കറൻസി നോട്ടാണ്. ഈ പേപ്പർ കറൻസി നോട്ടിൽ സൈൻ ചെയ്തിരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ ഫിനാൻസ് സെക്രട്ടറിയായിരുന്ന KG അംബേദ്കർ ആണ്. 1957 ജനുവരി 14 മുതൽ 1957 ഫെബ്രുവരി 28 വരെ RBIയുടെ 5ാമത്തെ ഗവർണറായിരുന്നു KG അംബേദ്കർ എന്നറിയപ്പെടുന്ന കൃഷ്ണനാഥ് ഗണേഷ് അംബേദ്കർ. 101 മില്ലിമീറ്റർ നീളത്തിലും 64 മില്ലിമീറ്റർ വീതിയിലും ചതുരാകൃതിയിൽ പുറത്തിറക്കിയ ഈ കറൻസിയുടെ നിറം ഇളം പച്ചയാണ്. മാത്രമല്ല, അശോക സ്തംഭത്തിലെ സിംഹമുദ്ര വാട്ടർമാർക്കായി കൊടുത്തിരിക്കുന്ന ഈ കറൻസി നോട്ടിന്റെ ഒരു വശത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ അശോക സ്തംഭത്തിലെ സിംഹമുദ്രയും രൂപ എന്ന ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലും സീരിയൽ നമ്പർ, ഫിനാൻസ് സെക്രട്ടറിയുടെ ഒപ്പ് അതിനു താഴെയും പ്രിന്റ് ചെയ്തിരിക്കുന്നു. മറുവശത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന ഇംഗ്ലീഷിലും ഗോതമ്പ് കതിരുകൾ ഉൾപ്പെട്ട വർഷം രേഖപ്പെടുത്തിയ രൂപ നാണയത്തിന്റെ ചിത്രവും ഹിന്ദി, ഇംഗ്ലീഷ്, ആസാമി, ഗുജറാത്തി, കന്നഡ, ഒഡിയ, തമിഴ്, തെലുങ്ക്, ഉറുദു ഉൾപ്പെടെ 9 ഭാഷകളിലായി രൂപ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കറൻസി നോട്ട് കണ്ടിട്ടുള്ളവർ കമന്റ് ചെയ്യണം. ഇതിന് ഇപ്പോൾ ഏകദേശം 10,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ് ലഭിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.